അമ്പലത്തറ 3-ാം മൈലിലെ കേശവ്ജി സ്മാരക പൊതുജന വായനശാലയിൽ കീളുവാരങ്ങൾ പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിച്ചു. പ്രശസ്ത ബുക്ക് ഇൻഫ്ലുവൻസർ ആതിര വിലാസിനിയാണ് പുസ്തകം പരിചയപ്പെടുത്തിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. ദൈവങ്ങൾക്ക് ശക്തിയും പ്രശസ്തിയും കൂടുമ്പോഴാണ് സാധാരണ മനുഷ്യർ അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്നതെന്ന് പ്രശസ്ത ബുക്ക് ഇൻഫ്ലുവൻസർ ആതിര വിലാസിനി. അങ്ങനെ സ്വന്തം മണ്ണിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നുമൊക്കെ പുറന്തള്ളപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കീളുവാരങ്ങൾ എന്ന നോവൽ വായനക്കാരിലേക്ക് എത്തുന്നതെന്നും അടിച്ചമർത്തപ്പെട്ട അനേകം മനുഷ്യരുടെ ശബ്ദമാകാൻ അവരുടെ നിസ്സഹായതയെ തുറന്നുകാട്ടാൻ ഈ നോവലിനെ സാധിച്ചിട്ടുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. അത്രയേറെ കാലിക പ്രസക്തിയും പ്രാധാന്യവും ആ നോവലിനുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ആ കാലിക പ്രസക്തി? അപ്പോൾ അവർണനും സവർണരും, കീഴാളനും മേലാളനും, അടിച്ചമർത്തുന്നവരും അടിച്ചമർത്തുന്നവരും ഇവരൊക്കെ നിലനിൽക്കുന്ന കാലത്തോളം കീളുവാരങ്ങൾ എന്ന നോവൽ ചർച്ച ചെയ്യുകയും വായിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാരുടെ അവകാശ സമരങ്ങളുടെ പാഠപുസ്തകമെന്ന് വിശേഷിപ്പിക്കാവുന്ന നോവൽ കീളുവാരങ്ങൾ ആസ്പദമാക്കി അമ്പലത്തറ 3-ാം മൈലിലെ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു ആതിര. കാടിൻ്റെ മക്കൾ ജന്മിമാരുടെ അടിമകളായി മാറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കീളുവാരങ്ങളിൽ അടയാളപ്പെടുത്തിയ മനുഷ്യരെന്നും ആതിര വിലാസിനി ചൂണ്ടിക്കാട്ടി. നോവലിസ്റ്റ് മനീഷ് മുഴക്കുന്നും പരിപാടിയിൽ പങ്കെടുത്ത് തൻ്റെ എഴുത്തനുഭവം പങ്കുവച്ചു. ഈ നോവലിൻ്റെ കാലഘട്ടം ഏതാണ്ടൊരു 1960 കൂടിയാണ് ഈ നോവലിൻ്റെ കാലഘട്ടം. ഈ നോവൽ അവസാനിക്കുന്നത്. അത് നോവലിൽ ഞാൻ ഒറ്റൊരു വാക്ക് മാത്രമേ ആ കാലഘട്ടം ഇതാണ് എന്ന് വായനക്കാർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു വാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലൊന്ന് മരത്തിനൊപ്പം കരിയാതെ തേനെടുക്കാൻ പോകുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വെള്ളക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം 10 വർഷം മുമ്പാണ് അവർ ഈ നാട് വിട്ടുപോയത് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പം 57-ലാണ് കരിയാത്തൻ മരത്തിനെ വേണ്ടി തേനെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഒരു 1-2 വർഷം കൊണ്ട് ആ നോവൽ അവിടെ അവസാനിക്കുകയാണ്. എൻ കരുണാകരൻ അധ്യക്ഷനായി. എം കെ ഗോപകുമാർ, പ്രതീഷ് ഒളിയക്കാൽ, രാജേഷ് കുമ്പള എന്നിവർ സംസാരിച്ചു. ഗോപി മുളവന്നൂർ സ്വാഗതവും പി വി ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.